ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എക്സ്റ്റൻഷൻ ഓഫ് MS വേർഡ് ഡോക്യുമെൻ്റ് എന്നുള്ളത്. നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളെ മാറ്ററൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്യും. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സേവേഴ്സ് ടൈപ്പ് നമ്മൾ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എപ്പോഴും DOCX ആയിരിക്കും. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് MS വേർഡ് ഡോക്യുമെൻ്റ് വരുന്നത് DOCX ആണ്. അടുത്ത ക്വസ്റ്റ്യനാണ് മിനിമം സൂം വാല്യൂ. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോൻ്റെ താഴത്ത് കാണുന്ന ഈ ഏരിയ നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയാം. ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ അകത്ത് നമുക്കിവിടെ ഈ ഒരു ഏരിയയിലായിട്ട് വലതുഭാഗത്തായിട്ട് നമുക്കൊരു സ്ലൈഡർ സൂം ചെയ്യാൻ വേണ്ട സ്ലൈഡർ കാണും. അപ്പോൾ അത് ഡീഫോൾട്ട് കിടക്കുന്ന 100-ലാണ്. നമുക്ക് ഏറ്റവും ചെറിയ സൂം വാല്യൂ എന്ന് പറഞ്ഞാൽ 10% ആണ്. അതുപോലെ മാക്സിമം സൂം വാല്യൂ എന്ന് പറയുന്നത് 500% ആണ്. സാധാരണ 100%-ലേക്ക് അത് കിടക്കുന്നുണ്ടാവുക. അപ്പം മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ അകത്ത് മിനിമം സൂം വാല്യൂ എന്ന് പറയുന്നത് 10%-ഉം മാക്സിമം സൂം വാല്യൂ എന്ന് പറയുന്നത് 500%-ഉം ആണ്. അപ്പം മിനിമം സൂം വാല്യൂ എന്ന് പറയുന്നത് 10%, മാക്സിമം സൂം വാല്യൂ എന്ന് പറയുന്നത് 500%. അടുത്ത ക്വസ്റ്റ്യനാണ് ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് ആർ. ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ പേജ് ലേഔട്ട് എന്ന് പറഞ്ഞ ടാബിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതിൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് 2 ടൈപ്പാണ്, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പോർട്രേറ്റ് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ, ഇപ്പോൾ പേജ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷനാണ്. അതിൽ നമ്മൾ സാധാരണ വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീഫോൾട്ട് പോർട്രേറ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് ലാൻഡ്സ്കേപ്പ് ആക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന മാറ്റർ വിഡ്ത്ത് വൈസ് ആണ്. വിഡ്ത്ത് വൈസ് ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ പോർട്രേറ്റ് ആയി കഴിഞ്ഞാൽ അത് ലെങ്ത് വൈസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ വൈസ് ആയിട്ട് മാറും. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് ആർ പേജ് ഓറിയൻറ്റേഷനാണ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷനാണ്. പേജ് ഓറിയൻറ്റേഷനാണ്. അത് ഡീഫോൾട്ട് ഓറിയൻറ്റേഷൻ നമ്മൾ പഠിച്ചു. നമ്മൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്ന ഡീഫോൾട്ട് വരുന്ന ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് ലാൻഡ്സ്കേപ്പ് ആക്കാം, പക്ഷേ ഡീഫോൾട്ട് വരുന്നത് പോർട്രേറ്റ് ആയിരിക്കും. ആ പോർട്രേറ്റിലാണ് നമ്മൾ ഈ ഒരു മാറ്റർ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ വെർട്ടിക്കൽ വൈസ് അല്ലെങ്കിൽ ലെങ്ത് വൈസ് പ്രിന്റ് ചെയ്യുന്നത്. അത് പോർട്രേറ്റിലാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് വിഡ്ത്ത് വൈസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആക്കി കഴിഞ്ഞാൽ അത് വിഡ്ത്ത് വൈസ് ആയിട്ട് മാറി. അപ്പം വിഡ്ത്ത് വൈസ് നമ്മൾ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുന്നപ്പോഴും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷനിലായിരിക്കും. അപ്പോൾ ഡീഫോൾട്ട് നമുക്കറിയാം കിടക്കുന്നത് പോർട്രേറ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനാണ് A4 പേജ് ഡയമെൻഷൻ ഈസ്. നമ്മൾ ഒരു A4 പേജ് നമ്മൾ വേർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്കത് കാണണമെങ്കിൽ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ സൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സൈസ് മാറ്റുള്ള ഓപ്ഷൻ നമുക്ക് A4 ആക്കാം, അല്ലെങ്കിൽ A5 ആക്കാം, അതല്ലെങ്കിൽ നമുക്ക് ലെറ്റർ ആക്കാം. അപ്പോൾ A4 പേജ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ ഇൻറ്റു 29.7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ A4 പേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു 21 സെൻറ്റിമീറ്റർ ഇൻറ്റു 29.7 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് നമ്മൾ ഇഞ്ചിലാണെങ്കിൽ, ഉദാഹരണത്തിന് ഇഞ്ചിലാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അതിന് സൈസ് എന്ന് പറയുന്നത് A4-ൻ്റെ സൈസ് ആണ് 8.27 ഇഞ്ച് ഇൻറ്റു 11.69 ഇഞ്ച് ആയിരിക്കും. 8.27 ഇഞ്ച് ഇൻറ്റു 11.67 ഇഞ്ച്. അപ്പോൾ നമ്മളോട് എക്സാം ചോദിക്കുന്നത് മില്ലിമീറ്ററിലാണെങ്കിൽ 21 സെൻറ്റിമീറ്ററിന് 210 മില്ലിമീറ്റർ, 21 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 210 മില്ലിമീറ്റർ ഇൻറ്റു 297 മില്ലിമീറ്റർ ആയിരിക്കും. ഇതാണ് A4 എന്ന് പറഞ്ഞ പേജിൻ്റെ ഡയമെൻഷൻ. 21 സെൻറ്റിമീറ്ററിന് 29.7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8.2 ഇഞ്ചിലാണ് ചോദിക്കുന്നതെങ്കിൽ 8.27 ഇഞ്ച് ഇൻറ്റു 11.67 ഇഞ്ച്. അതല്ല മില്ലിമീറ്ററിലാണെങ്കിൽ 210 മില്ലിമീറ്റർ ഇൻറ്റു 297 മില്ലിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യനാണ് ദി ലെറ്റർ പേജ് ഡയമെൻഷൻ ഈസ്. ഇപ്പോൾ നമ്മൾ A4-ന് പകരം നമ്മൾ ഉണ്ടാക്കുന്ന ലെറ്റർ പേജ് ആണെങ്കിൽ അതിന് ഡയമെൻഷന് ഇഞ്ചിലാണെങ്കിൽ 8.5 ഇഞ്ച് ഇൻറ്റു 11 ഇഞ്ച്. 8.5 ഇഞ്ച് ഇൻറ്റു 11 ഇഞ്ച്. ഇനി നമ്മൾ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെ 2.54 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ വേണമെങ്കിൽ സെൻറ്റിമീറ്ററിലേക്ക് നോക്കാം.
സെൻറ്റിമീറ്ററിലാണെങ്കിൽ 21.59 സെൻറ്റിമീറ്റർ ഇൻറ്റു 27.94 സെൻറ്റിമീറ്റർ. 21.59 സെൻറ്റിമീറ്റർ ഇൻറ്റു 29.94 സെൻറ്റിമീറ്റർ. ഇനി നമ്മളത് മില്ലിമീറ്ററിലാണ് ചോദിക്കുന്നതെങ്കിൽ 215.9 മില്ലിമീറ്റർ ഇൻറ്റു 299.4 മില്ലിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യനാണ് ഹൗ മെനി വ്യൂസ് ആർ ഇൻ MS Word. MS Wordൽ എത്ര വ്യൂസ് ആണ് ഉള്ളതെന്നുള്ളതാണ്. MS Wordൽ നമുക്ക് വ്യൂസ് കാണാം. നമുക്കൊന്നുകിൽ വ്യൂ എന്ന് പറഞ്ഞ ടാബിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. 1, 2, 3, 4, 5 വ്യൂസ് ഉള്ളത്. പ്രിന്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിങ്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ബാർ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സൂമിന് സ്ലൈഡറില്ലേ തൊട്ടിപ്പുറത്തായിട്ട് കാണാം ഈ 5 വ്യൂസ് നമുക്ക് കാണാം. പ്രിന്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിങ്, വെബ് ലേഔട്ട്, ഔട്ട്ലൈന്, ഡ്രാഫ്റ്റ്. അപ്പോൾ അങ്ങനെ 5 വ്യൂസ് ആണുള്ളത്. ഈ 5 വ്യൂ നമ്മൾ ഡീഫോൾട്ട് എടുക്കുന്നത് പ്രിന്റ് ലേഔട്ട് വ്യൂവിലായിരിക്കും. നമ്മളൊരു വേർഡിൻ്റെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് പ്രിന്റ് ലേഔട്ടിലേക്ക്. നമുക്ക് വേണമെങ്കിൽ അത് ഫുൾ സ്ക്രീൻ റീഡിംഗ് ആക്കാം, അതല്ലെങ്കിൽ വെബ് ലേഔട്ട് ആക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ ആക്കാം, ഡ്രാഫ്റ്റ് ആക്കാം. നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ വേർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പ്രിന്റ് ലേഔട്ട് വ്യൂവിലായിരിക്കും ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യനാണ് വിച്ച് ഇസ് എ ഡീഫോൾട്ട് വ്യൂ ഇൻ MS Word. നമ്മൾ സാധാരണ ഒരു MS Word ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് വ്യൂ ഏതാണെന്നുള്ളത്. ഡീഫോൾട്ട് വ്യൂ ഏതായിരിക്കും? പ്രിന്റ് ലേഔട്ടാണ്. പ്രിന്റ് ലേഔട്ടാണ് ഡീഫോൾട്ട് വ്യൂ. അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഇസ് എ ഡീഫോൾട്ട് നെയിം ഓൺ ദി ടൈറ്റിൽ ബാർ ഓഫ് MS Word. ഇപ്പോൾ MS Wordൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ട് വരുന്ന പേര് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ MS Word ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്നാണ് പേര് കാണിക്കുന്നത്. ഇത് ഞാൻ സേവ് ചെയ്ത പേരാണ്. നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സേവ് ചെയ്ത പേരാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു വേർഡ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഡീഫോൾട്ട് പേര് വരുന്നത് ടൈറ്റിൽ ബാർ പോയി നോക്കിയാൽ കാണാൻ പറ്റും document 1 ആയിരിക്കും. നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യാൻ നമ്മളൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീഫോൾട്ട് വരുന്ന പേര് document 1 ആയിരിക്കും. നമ്മൾ വീണ്ടും വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ document 2 ആയിട്ട് മാറും. ഞാൻ വീണ്ടും വേറെ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാണ്. ആ വേർഡ് ഫയൽ നമ്മൾ വീണ്ടും അത് സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും വരുന്ന പേര് document 2 ആയിരിക്കും. ഇനി നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്താൽ document 3 പോകും. അപ്പോൾ ഡീഫോൾട്ട് വരുന്ന പേര് document 1 ആയിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സേവ് ചെയ്ത പേരായിരിക്കും ഇവിടെ കാണിക്കാം. അപ്പം വാട്ട് ഇസ് എ ഡീഫോൾട്ട് നെയിം ഓൺ ടൈറ്റിൽ ബാർ ഓഫ് MS Word? document 1. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സേവ് ചെയ്ത പേരായിരിക്കും കാണിക്കാം. അടുത്ത ക്വസ്റ്റ്യനാണ് ഏരിയൽ, കാലിബ്രി, ടൈംസ് ന്യൂ റോമൻ എക്സ്ട്രാ ആർ എക്സാമ്പിൾസ് ഓഫ്. അപ്പോൾ നമ്മൾ ഹോം ടാബ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണ്ടിൻ്റെ സെക്ഷനിൽ കാണാം. നമുക്ക് കാലിബ്രി, കുറേ ഫോണ്ട് ടൈപ്പ് കാണാം. ഏരിയൽ ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരുപാട് ഫോണ്ട് ഫേസുകൾ കാണാം. ഈ ഏരിയൽ, കാലിബ്രി, ബോൾഡ് അല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമൻ എന്നൊക്കെ പറയുന്നത് ഫോണ്ട് ഫേസ് എന്നാണ് നമ്മൾ പറയുക. ഫോണ്ട് ഫേസ് അല്ലെങ്കിൽ ടൈപ്പ് ഫേസ് എന്നും പറയാറുണ്ട്. അപ്പം ഏരിയൽ, കാലിബ്രി, ടൈംസ് ന്യൂ റോമൻ അങ്ങനെ ഒരുപാട് ഫോണ്ട് ഫേസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇതിനകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. നെറ്റും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊക്കെ ഏരിയൽ, കാലിബ്രി, ടൈംസ് ന്യൂ റോമൻ എന്നൊക്കെ പറയുന്നത് ഫോണ്ട് ഫേസ് അല്ലെങ്കിൽ ടൈപ്പ് ഫേസ് ആണ്. അപ്പോൾ തൊട്ട് താഴത്ത് കാണാൻ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ഈ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ നമ്മൾ ഫോണ്ട് സ്റ്റൈൽ അല്ലെങ്കിൽ ടൈപ്പ് സ്റ്റൈൽ എന്നാണ് പറയുക. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഒക്കെ ഫോണ്ട് സ്റ്റൈൽ അല്ലെങ്കിൽ ടൈപ്പ് സ്റ്റൈൽ എന്നാണ് പറയാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ 20 അല്ലെങ്കിൽ 8, 9, 10 കാണില്ല, ഇതിന് ഫോണ്ട് സൈസാണ് അല്ലെങ്കിൽ ടൈപ്പ് സൈസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ടൈപ്പോഗ്രഫി. ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ട് ഫേസ് മാറ്റുക, അതുപോലെ ഫോണ്ട് സൈസ് മാറ്റുക, അതുപോലെ ബോൾഡ് അങ്ങനെ ഫോണ്ട് സ്റ്റൈല് മാറ്റുക. അതിനാണ് നമ്മൾ ടൈപ്പോഗ്രഫി എന്ന് ചേഞ്ച് ചെയ്യുക. ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് ഫേസ്, അതുപോലെ ഫോണ്ട് സൈസൊക്കെ മാറ്റുക, ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് മിനിമം ഫോണ്ട് സൈസ് വി ക്യാൻ ചൂസ് ഈസ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഫോണ്ട് സൈസ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും
നമുക്ക് ചൂസ് ചെയ്യുന്ന ഏറ്റവും മിനിമം ഫോൺ സൈസ് 8 ആണ്. മാക്സിമം ഫോൺ സൈസ് എന്ന് പറയുന്നത് 72 ആണ്. മിനിമം ഫോൺ സൈസ് 8ഉം ചൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോൺ സൈസ് എന്ന് പറയുന്നത് 72 ആണ്. അപ്പം മിനിമം ഫോൺ സൈസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന 8ഉം മാക്സിമം ചൂസ് ചെയ്യാൻ പറ്റുന്നത് 72 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മിനിമം ഫോൺ സൈസ് വി ക്യാൻ ടൈപ്പ്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഫോൺ സൈസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഫോൺ സൈസ് 1 ആണ്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഫോൺ സൈസ് 1638 ആണ്. അപ്പം മിനിമം ഫോൺ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന 1ഉം മാക്സിമം ഫോൺ സൈസ് എന്ന് പറഞ്ഞാൽ 1638 അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 2000 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു എറർ വന്നു. ദ നമ്പർ മസ്റ്റ് ബി ബിറ്റ്വീൻ 1 and 1638. 1ഉം 1632 ഇടയ്ക്കായിരിക്കണം ആ നമ്പർ എന്ന് പറഞ്ഞത്. അതുപോലെ വേറൊരു പ്രത്യേകത നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 0.5 എന്നൊക്കെ ടൈപ്പ് 1.5 ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ 2.5 ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ 3.5 ടൈപ്പ് ചെയ്യാം. അങ്ങനെ 0.5 ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയം 3.6 എന്നോ അല്ലെങ്കിൽ 3.4 എന്നോ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്നുകിൽ 0.5 എന്നുള്ളതായിട്ട് ചെയ്തു അപ്പോൾ 9.5 ടൈപ്പ് ചെയ്യാം. പക്ഷെ 9.6 ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് അപ്പോൾ തന്നെ എറർ വരും. ദിസ് ഈസ് നോട്ട് എ വാലിഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എറർ വരും. അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കിവിടെ 0.5 ടൈപ്പ് ചെയ്യാം, പക്ഷേ 0.6 0.7 ഒന്നും അങ്ങനെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 0.1 0.2 ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് മെഷറിംഗ് യൂണിറ്റ് ഫോർ ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസിൻ്റെ മെഷറിംഗ് യൂണിറ്റ് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന 8 സെൻറ്റിമീറ്റർ ആണോ അല്ലെങ്കിൽ 8 ഇഞ്ചാണോ അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ ആണോ എന്നൊക്കെ ഉള്ളത് ഒന്നുമല്ല. നമ്മൾ പോയിന്റ് എന്നാണ് ഒരു മെഷർമെൻറ്റ് ടൈപ്പാണ് കാണിക്കുന്നത്. പോയിന്റ് ആണ് നമ്മളെ ഈ ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്ന ആ യൂണിറ്റ്. അപ്പോൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1/72 ഇഞ്ചാണ്. അതായത് 0.01389 ഇഞ്ചാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലാണ്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0.01389 ഇഞ്ചാണ്, അല്ലെങ്കിൽ 1/72 ഇഞ്ചാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മളൊരു മാറ്റ് ടൈപ്പ് ചെയ്താൽ ഗ്രാമറൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അത് ഏത് കളറിലാണ് കാണിക്കുന്നത്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ആർ നോട്ട് ഇൻ ദ ഡോക്യുമെന്റ് ബൈ ഡാഷ് കളർ അണ്ടർലൈൻ. അപ്പോൾ നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു മാറ്ററിൽ പച്ച കളറിലും നമുക്ക് എന്തൊരു ലൈൻ അണ്ടർലൈൻ വന്നിട്ടുണ്ട്, ചുവപ്പ് കളർ അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഈ പച്ച കളറിൽ കാണിക്കുന്ന അണ്ടർലൈൻ എപ്പോഴും ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റൈലിലൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ടാണ്. ഗ്രാമർ മിസ്റ്റേക്ക് പോയി അല്ലെങ്കിൽ സ്പേസ് അതിട്ട് പോകുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാണ്ട് കൊടുക്കുക, അതല്ലെങ്കിൽ കുത്തിനാൻ വിട്ട് പോവുക. അങ്ങനെ ഗ്രാമർ മിസ്റ്റേക്കിലാണ് ഈ പച്ച കാണിക്കുക. ചുവപ്പ് കാണിക്കുന്നപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ യു എന്ന് എഴുതിയത് IU എന്ന് ടൈപ്പ് ചെയ്താണ്. അപ്പോൾ ഞാൻ യു എന്ന് കറക്റ്റായി കഴിഞ്ഞാൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങോട്ട് പോകും. ശ്രദ്ധിക്കുക, നമ്മൾ മാറ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പച്ച കളർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റൈലിൽ കുത്തിടാൻ വിട്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെ സ്പേസ് അധികം അടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതൊരു പച്ച കളർ വരാം. നമ്മൾ ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും കാണിക്കുന്നത് റെഡ് അണ്ടർലൈനിലായിരിക്കും. അപ്പം ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ആർ ഡിസ്പ്ലേഡ് ഇൻ ഗ്രീൻ അണ്ടർലൈനിലാണ്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എപ്പോഴും കാണിക്കുന്നത് റെഡ് അണ്ടർലൈനിലാണ്.